വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കത്തിൽ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. തന്റെ കത്തിന് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. വിഴിഞ്ഞം കോൺക്ലേവിനെ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും LDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടില്ല എന്നും അദാനി ഗ്രൂപ്പിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് MSC വരുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമില്ല, അതിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിയണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മറ്റു നേതാക്കളൊക്കെ പിന്നീട് പറഞ്ഞത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് തന്റെ വാദത്തിൽ അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ കൊടുത്ത കത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമല്ല, അതുകൊണ്ട് കൃത്യമായ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടാമതും കത്ത് നൽകിയിരിക്കുന്നു. മാധു, അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം എന്താണോ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലപാടെടുത്തത്, ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് പല നേതാക്കളും പിന്നോട്ട് പോകുന്നതിന് ഇടെയാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാത്തതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം വീണ്ടും വീണ്ടും പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ആദ്യം ഈ വിഷയത്തിൽ ഒരു കത്ത് പിണറായി വിജയൻ VD സതീശന് നൽകിയിരുന്നു. അതിന് VD സതീശൻ മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടിയിൽ വിഴിഞ്ഞത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയ കോൺക്ലേവ് കോട്ട് ചെയ്തിട്ട് ആ കോൺക്ലേവിൽ MSC കമ്പനി വന്നിരുന്നു, അന്ന് മുതൽ ചർച്ച തുടങ്ങിയതല്ലേ എന്ന ആരോപണം VD സതീശൻ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി കൂടി പിണറായി വിജയന്റെ കത്തിലുണ്ട്. അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വ്യാവസായികമായ പുരോഗതി ഉന്നയിച്ചിട്ടുള്ള ഒരു കോൺക്ലേവ് മാത്രമാണ് നടത്തിയത്. അവിടെ ഒരു തരത്തിലുള്ള ഓഹരി കൈമാറ്റ ചർച്ചയും നടന്നിട്ടില്ല. അത്തരം ആരോപണങ്ങളല്ല മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് നൽകുന്ന കത്തിന് മറുപടിയായി നൽകേണ്ടത് എന്ന ഓർമ്മ കൂടി ഈ കത്തിലുണ്ട്. ഇതിന് VD സതീശൻ മറുപടി പറയുമോ, പറഞ്ഞെങ്കിൽ എന്താണ് എന്നത് അടുത്ത ദിവസം അറിയാം. രാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്ത് നൽകി പിണറായി വിജയൻ. കടുത്ത നടപടി അദാനി ഗ്രൂപ്പിനെതിരെ സ്വീകരിക്കണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത്തെ കത്ത്.